ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ന്യൂ ബോൺ അസിസ്റ്റൻഷ്യൽ സിറ്റിസിൻ്റെ പുതിയൊരു വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുഞ്ഞ് 6 മാസം കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി സോൾഡ് ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങി, കുറുക്കുകൾ കൊടുത്തു തുടങ്ങി, ചെറിയ രീതിയിൽ ചോറും കഞ്ഞിയും അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തു തുടങ്ങി. ആ സമയത്ത് എനിക്കിപ്പോൾ അംഗനവാടിയിൽ നിന്നൊരു കോൾ വന്നു. അപ്പോൾ കുഞ്ഞിന് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം അവിടെ നിന്ന് തരുന്നുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അമൃതം പൊടി. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് നല്ല, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ലൈക്ക് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ. പക്ഷേ ഇതിനകത്ത് വേറൊരു കണ്ടന്റ്, 20% ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കണം, ഇതിപ്പോൾ ഞാൻ ഗവൺമെന്റിന്റെ ഇതൊന്നും അല്ല പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സിർലാക്ക് പോലുള്ള ഐറ്റംസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അപ്പം അതിന്റെ കാരണം എന്താണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇതുപോലുള്ള ഒരു ഐറ്റംസിൽ ഗവൺമെന്റിൽ നമുക്ക് ഫ്രീ കിട്ടുന്നത് കൊണ്ട് നമ്മളിത് കുഞ്ഞിന് കൊടുക്കുന്നത് ഗുഡാണോ അല്ലെങ്കിൽ അത് ബാഡാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം. ഇതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഞാനതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം കുഞ്ഞിന് ആദ്യം കൊടുക്കുന്നില്ല. ആഫ്റ്റർ 1 ഇയറിന് ശേഷം കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. കാരണം എന്ന് വെച്ചാൽ 20% ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു ഷുഗർ, നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പനങ്കൽക്കണ്ടം ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഐറ്റം കൊടുക്കണമെന്ന് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലുള്ള ന്യൂ ബോൺ എസെൻഷ്യൽസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ.